വേദമന്യേ ഇപ്പോൾ എല്ലാവരും ഫുട്ബോൾ ആവേശത്തിലാണ്. കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായ ഒരു വീഡിയോ നമുക്ക് ആദ്യം കണ്ടുവരാം. ഈ ഡാൻസ് കളിച്ചിരിക്കുന്നത് വളപട്ടണം SI സുജിത് സാറും SPC വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെയാണ്. സുജിത് സാർ ഉണ്ട് നമ്മോടൊപ്പം. എങ്ങനെയായിരുന്നു ഈ ഒരു വീഡിയോയുടെ പിറകിൽ? നമസ്കാരം. നമ്മുടെ തഹസീന് വേണ്ടിയിട്ടുള്ളൊരു ട്രിബ്യൂട്ടായിട്ട് ഒരു നാട്ടുകാർ നടത്തിയ ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. തഹസീന് ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരനിലുപരിയായിട്ട് അവൻ മലയാളിയാണ്. ആ മലയാളി കണ്ണൂരുകാരനാണ്. കണ്ണൂരുകാരന് അപ്പുറത്തേക്ക് നമ്മുടെ വളപട്ടണക്കാരനാണ്. നമ്മൾ സ്റ്റേഷനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ തഹസീൻ്റെ ഈ ഒരു സന്തോഷം, ഈ ഒരു അഭിമാന മുഹൂർത്തത്തിൽ ഞങ്ങൾ ഇതിനെ ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പോൾ ലഹരിക്കെതിരെ നമ്മുടെ കുട്ടികളൊക്കെ മുന്നോട്ട് വരണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആഭ്യന്തര വകുപ്പ് തൂഫാൻ എന്നൊരു പദ്ധതിയിലൂടെ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഫുട്ബോൾ കളിയിലൂടെ അല്ല അതുപോലുള്ള മറ്റു കായിക വിനോദങ്ങളിലൂടെ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്തുക. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ കുറച്ചും കൂടിയും കുട്ടികളോട് ഫ്രീ ആയിട്ട് പെരുമാറണം, അടുത്ത് പെരുമാറണം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ആഭ്യന്തര വകുപ്പും സർക്കാരും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ ഭീതി നമ്മൾ ഒഴിവാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നുള്ളത്. ഇപ്പോൾ തഹസീന് വേണ്ടിയിട്ട് നടത്തിയ ഈ ഒരു ആഘോഷ പരിപാടിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കമ്മീഷണർ അദ്ദേഹം സ്റ്റുഡൻസ് പോലീസിനും കൂടി നമുക്ക് അനുവദിച്ചു തന്നു. അപ്പോൾ അവരെ കൂടെ അതൊരു യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. അപ്പൊ ഇന്ന് ഒരുപാട് ക്യാമറ കണ്ണുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഏതോ ക്യാമറ കണ്ണ് അത് ഒപ്പിയെടുത്തു. അതിനെ പോലീസ് ചെയ്യുന്ന നല്ല കാര്യങ്ങളോടൊപ്പം എന്ത് ചെയ്തു, അതിനെയും ഇതുവരെ ഒരുപക്ഷെ പോലീസ് ഇത്തരത്തിലുള്ളൊരു ആഘോഷങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവില്ല. എല്ലാ ആഘോഷങ്ങളുടെ കൂടി ഞങ്ങൾ ഉണ്ട്. അത് പക്ഷെ അതിന്റെ ഒരു കാവൽക്കാരായിട്ടാണ് അവിടെ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നോക്കുക എന്നുള്ളത്. പക്ഷെ ഈ ആഘോഷത്തിന്റെ കൂടെയാണ് പോലീസ്, ഭാഗമായിട്ടാണ് നമ്മളുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ യാദൃശ്ചികമായി സംഭവിച്ചതാണ്. അതിപ്പോഴിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങനെ പോകുന്നു. അതൊരു സന്തോഷമുണ്ട്. കാരണം അത് കൊടുക്കുന്ന ഒരു മെസ്സേജ് പോലീസ് ജനങ്ങളുമായിട്ട് ചേർത്തുള്ള നല്ലൊരു സൗഹൃദമാണ്. സാറിന് ഇഷ്ടപ്പെട്ട കായിക വിനോദം ഏതാണ്? ഫുട്ബോൾ തന്നെയാണോ? ഫുട്ബോൾ തന്നെയാണ്. ഞങ്ങളൊക്കെ ഫുട്ബോൾ കളിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്നത്തെ കുട്ടികളൊക്കെ വളരെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് ബൂട്ടുണ്ട്, ജേഴ്സി ഉണ്ട്. ഞങ്ങളെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ വെറും കാലിൽ കളിച്ചു വന്നതാണ്. ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനം നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പോലീസിൽ വന്നതിന് ശേഷം നല്ല കളിക്കാർ ഫുട്ബോൾ മേഖലയിൽ ഇവരൊക്കെ നല്ല കളിക്കാരാണ്. ഇവരൊക്കെ വന്നപ്പോഴും ഞങ്ങളെപ്പോലുള്ള പ്രായമുള്ള ആൾ മാറിയെന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളാണ് ഒരുപക്ഷെ ഈ ഒരു ആഘോഷം തഹസീന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആഘോഷം തുടങ്ങുന്നത് പക്ഷേ വളപട്ടണം പോലീസിന്റെ നേതൃത്വത്തിലാണ്. ഇവിടെ വളപട്ടണത്തുള്ള ഒരുപാട് ഫുട്ബോൾ കളിക്കാരുണ്ട് പഴയകാല. അവരുമായി ചേർന്ന് ഞങ്ങളുടെ വളപട്ടണം പോലീസിന്റെ ടീമുമായി ചേർന്ന് ആദ്യത്തെ ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ ഞങ്ങൾ കഴിഞ്ഞ 7-ാം തീയതി ഇവിടെ ഒരു സൗഹൃദ മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് തഹസീന് കൊടുത്തിട്ടുള്ള ഒരു ട്രിബ്യൂട്ടാണ്. ആ ട്രിബ്യൂട്ടിലൂടെയാണ് ഈ നാട്ടിലെ മറ്റ് ഇനി നടക്കുന്ന ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. ഈ നാടും ഈ നാട്ടുകാരും വെയിറ്റ് ചെയ്യുകയാണ്. 2 ദിവസം കഴിഞ്ഞാൽ തഹസീന്റെ കളിയാണ്. തഹസീന്റെ കാലിലൂടെ ലോകകപ്പിൽ ഒരു മലയാളി പന്ത് തട്ടട്ടെ, അത് ഗോളായി മാറട്ടെ, അല്ലെ ഗോളിനുള്ള അവസരങ്ങളായി മാറട്ടെ. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ തഹസീനെ നമ്മളിവിടെ വരവേൽക്കാനുള്ള ഒരു ആഘോഷത്തിലാണുള്ളത്. വളപട്ടണം എന്ന് പറയുന്നത് വലിയൊരു ആവേശം തന്നെയാണല്ലേ? അപ്പോ തീർച്ചയായും വളപട്ടണം അല്ലേ, ഇത് ഒരുപക്ഷെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇത് ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ വിശേഷ ഓണം പോലെയൊക്കെ വളരെ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഈ തഹസീന്റെ പേരിലും പല ടീമുകൾ എല്ലാവരുടെ പേരിലും ഉണ്ടാകുമെങ്കിലും ഇപ്പം ബ്രസീൽ ഉണ്ടാകാം, പോർച്ചുഗൽ ഉണ്ടാകാം, അങ്ങനെ അർജന്റീന ഉണ്ടാകും. പല ടീമുകളും ഒരാൾക്ക് ഉണ്ടെങ്കിൽ പോലും ഖത്തറിന് വേണ്ടി ഒരുപക്ഷെ നമ്മൾ ജയിക്കണം എന്ന് വിചാരിച്ചാലും തഹസീൻ മത്സരിച്ച് ജയിക്കണം എന്ന് വെച്ചിട്ടുള്ളൊരു തീരുമാനം എല്ലാ ആഘോഷവും ആ ഒരു ആഘോഷത്തിലേക്കാണ് പോകുന്നത് ലോക മലയാളികൾ. ഈ വീഡിയോ കണ്ടപ്പോൾ സാറിനെ ആരെങ്കിലും പേഴ്സണലി വിളിക്കോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നോ? വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് ഒരുപാട് നമ്മുടെ പഴയകാല സുഹൃത്തുക്കളൊക്കെ, വിദേശത്തൊക്കെയുള്ള സുഹൃത്തുക്കൾ, എനിക്കൊന്ന് ഇത് ആദ്യം വിദേശത്താണ് ഇതറിയുന്നത്. ഈ പല ചാനലുകളിലും വന്നു. എൻ്റെ മകളാണ് എന്നോട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ അച്ഛൻ വൈറലായിട്ട് നിന്ന്, എൻ്റെ മകള് പഠിക്കുകയാണ് എറണാകുളത്ത്, മധുവന്തി എന്നാണ് പേര്. അവളാണ് എന്നോട് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അന്നേരം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചിട്ടുണ്ട്. വാട്സപ്പൊക്കെ ഇപ്പം ഹാങ് ആയിട്ടുള്ളത്, മെസ്സേജ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.